Hi friends, welcome to Monsoon Vlogs. ഞാൻ രാജലക്ഷ്മി. ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഫാസ്ടാഗ് എടുത്തിട്ടുണ്ടാകും. ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളും രണ്ട് സംശയങ്ങളാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് കൃത്യമായി ഫാസ്ടാഗിലെ ബാലൻസ് നമുക്ക് അറിയുവാൻ സാധിക്കുക? രണ്ടാമത്തേത്, ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ ഓപ്ഷനുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ഫാസ്ടാഗിലെ ബാലൻസ് അറിയുന്നതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി മൺസൂൺ വ്ലോഗ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് മുകളിലും അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാം. അടുത്തതായി ഫാസ്ടാഗ് റീചാർജ് ആണ്. ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് മാർഗങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തേത് ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷനുകളായ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയവ ഉപയോഗിച്ചും രണ്ടാമത്തേത് ഫാസ്ടാഗ് പ്രൊവൈഡേഴ്സിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഏതൊരു ഫാസ്ടാഗും നമ്മൾ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ മറ്റ് പേയ്മെന്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചും ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മൺസൂൺ വ്ലോഗ് ചാനലിൽ കാണാവുന്നതാണ്. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും മൺസൂൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ന്യൂ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ ബിൽ പേയ്മെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ പേയ്മെന്റ് കാറ്റഗറിയിൽ നിന്നും വ്യൂ ഓൾ ക്ലിക്ക് ചെയ്ത് ഫാസ്ടാഗ് റീചാർജ് ചെയ്യാനുള്ള ഐക്കൺ കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 20ഓളം ഫാസ്ടാഗ് പ്രൊവൈഡർമാരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിങ്ങളുടെ ഫാസ്ടാഗ് പ്രൊവൈഡർ ഏതാണോ ആ പ്രൊവൈഡറെ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫാസ്ടാഗ് പ്രൊവൈഡർ ഈ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഗൂഗിൾ പേ ഉപയോഗിച്ച് തന്നെ ആ പ്രൊവൈഡറെയും റീചാർജ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഫാസ്ടാഗ് പ്രൊവൈഡർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. ഫാസ്ടാഗ് പ്രൊവൈഡറിനെ ഗൂഗിൾ പേയുമായി ലിങ്ക് ചെയ്യുകയാണ് ഇനി വേണ്ടത്. അതിനായി ലിങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ഇടത്ത് നമ്മുടെ വെഹിക്കിൾ നമ്പർ കൃത്യമായി ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് പോലെ രേഖപ്പെടുത്തേണ്ടതാണ്. അക്കൗണ്ട് നെയിം എന്നുള്ള ഇടത്ത് ഒന്നെങ്കിൽ നമ്മുടെ വെഹിക്കിൾ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേര് നൽകാവുന്നതാണ്. ഇവിടെ ഞാൻ നൽകിയിരിക്കുന്നത് മൈ കാർ എന്നാണ്. ഫാസ്ടാഗ് പ്രൊവൈഡറും വെഹിക്കിൾ നമ്പറും കൃത്യമാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയും ഇവിടെ ഒന്നുകൂടി ലിങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയും വേണം. ഇപ്പോൾ നമ്മുടെ ഫാസ്ടാഗ് അക്കൗണ്ട് ഗൂഗിൾ പേയുമായി ലിങ്ക് ആയി കഴിഞ്ഞു. മൈ കാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെഹിക്കിൾ നമ്പർ എഡിറ്റ് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്യുവാനുമുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് അക്കൗണ്ട് വഴി ലിങ്ക് ചെയ്യുകയും ആവാം. ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി പേ ക്ലിക്ക് ചെയ്ത് സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ റീചാർജ് ചെയ്യുന്നത് പോലെ ഫാസ്ടാഗ് എമൗണ്ട് എൻ്റർ ചെയ്ത് റീചാർജ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത റീചാർജ് ചെയ്ത എമൗണ്ടും അതോടൊപ്പം ബാലൻസും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഗൂഗിൾ പേ ഉപയോഗിച്ച് ഈ തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 20ഓളം ഫാസ്ടാഗുകൾ റീചാർജ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹോം സ്ക്രീനിൽ നിന്നും നിങ്ങളുടെ ഫാസ്ടാഗ് പ്രൊവൈഡറുടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് റീചാർജ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. UPI ID ഉപയോഗിച്ചും എല്ലാ ഫാസ്ടാഗുകളും നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 20 ഫാസ്ടാഗ് പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ ഫാസ്ടാഗ് പ്രൊവൈഡർ ഇല്ല എന്നുണ്ടെങ്കിൽ UPI ID റീചാർജ് ചെയ്യാനായി തിരഞ്ഞെടുക്കാം. ഇതിനു വേണ്ടി ന്യൂ പേയ്മെന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം UPI ID സെലക്ട് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട UPI ID ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. NETC.vehicle registration number @ഫാസ്ടാഗ് പ്രൊവൈഡറുടെ ഷോർട്ട് കോഡ് ഈ ഫോർമാറ്റിലാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. NETC.KL32L4763
SIB സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഫാസ്ടാഗിന്റെ ഷോർട്ട് കോഡായ SIB ആണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങളുടെ വെഹിക്കിൾ നമ്പർ ഉൾപ്പെട്ടിട്ടുള്ള ഫാസ്ടാഗ് കോഡും ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു UPI ID കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫാസ്ടാഗ് പ്രൊവൈഡറിന്റെ ഷോർട്ട് കോഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്ന സ്ക്രീനിൽ എല്ലാ ഫാസ്ടാഗ് പ്രൊവൈഡറിന്റെയും ഷോർട്ട് കോഡ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ മൈ ഫാസ്ടാഗ് ആപ്ലിക്കേഷനിൽ പോയി പരിശോധിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറും ഫാസ്ടാഗ് പ്രൊവൈഡറിന്റെ ഷോർട്ട് കോഡും കൃത്യമാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയും പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ എൻ്റർ ചെയ്ത രജിസ്ട്രേഷൻ നമ്പറിലോ അല്ലെങ്കിൽ ഫാസ്ടാഗ് പ്രൊവൈഡറിന്റെ ഷോർട്ട് കോഡിലോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ UPI ID എറർ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു തന്നെ ഈ ഒരു ഫോർമാറ്റ് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. തുടർന്ന് പേ ക്ലിക്ക് ചെയ്ത് നേരത്തെ കാണിച്ചതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്നത് പോലെ പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ തവണ മാത്രമാണ് ഈ രീതിയിൽ UPI ID എൻ്റർ ചെയ്യേണ്ടതായി വരുന്നുള്ളൂ. പിന്നീട് ഓരോ തവണയും പേയ്മെന്റ് ചെയ്യാനായി ആപ്പ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുൻപിലത്തെ സ്ക്രീനിൽ നിന്നും ഫാസ്ടാഗ് സെലക്ട് ചെയ്ത് പേയ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതേ രീതിയിൽ തന്നെയാണ് മറ്റ് ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നത്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ ടെക് അപ്ഡേറ്റുകൾക്കായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മൺസൂൺ വ്ലോഗ്സ് ചാനൽ ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ.